അപ്പോൾ ശുദ്ധമായത് എന്തും കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്തേ മതിയാവത്തുള്ളൂ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനി ഓണകാലമൊക്കെ വരുവാണ്. ഒരു വീടായാലും സ്വല്പം നെയ്യ് നമ്മുടെ വീട്ടിൽ ഇരിക്കണം. പ്രത്യേകിച്ച് ഇനി ഓണകാലമൊക്കെ വരുമ്പം നെയ്യിൻ്റെയൊക്കെ നല്ല ഉപയോഗമൊക്കെ ഉണ്ടല്ലോ. അപ്പം സ്വന്തമായിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നല്ല ഒന്നന്തരം നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പാല് കാച്ചി തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുക. അപ്പം അതിനകത്ത് നന്നായിട്ട് പാട ഇങ്ങനെ കൂടി വരും, കണ്ടില്ലേ? ഈ പാട നമ്മളെടുത്തിട്ട് എന്താണെന്നറിയാമോ, വേറൊരു പാത്രത്തിനകത്തോട്ട് കളക്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് വെക്കുക. ഇപ്പോൾ ഒരു 10-15 ദിവസം കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പാത്രം അങ്ങ് നിറയും. കണ്ടോ, പാടയാണ് ഇരിക്കുന്ന മുഴുക്കെ. പിന്നെ അടിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം തൈര്, 1-2 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം, ഇല്ലേലും കുഴപ്പമില്ല. ഇനി നമുക്കത് എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ പാൽപ്പാടയെല്ലാം ഞാനൊരു തവയ്ക്കകത്തോട്ടാക്കി വെച്ചു. അപ്പം റൂം ടെമ്പറേച്ചറിൽ ആക്കിയിട്ട് വേണം നമ്മളിത് അടിക്കാനായിട്ട്. അപ്പം പെട്ടെന്ന് അങ്ങ് ആയിക്കോളും കേട്ടോ. അപ്പം വെണ്ണം നന്നായിട്ട് തെളിഞ്ഞ് കഴിഞ്ഞാൽ വന്നോളും. അപ്പം മിക്സിയിൽ വേണമെങ്കിൽ അടിക്കാം. അപ്പം ഇനി മിക്സിയും കൂടെ മെനക്കെടുത്തേണ്ടെന്ന് കരുതിയിട്ട് ഈ പാത്രത്തിൽ തന്നെ ഇട്ട് അടിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ കറക്കി എടുക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വെണ്ണ നന്നായിട്ട് ഇനി തെളിഞ്ഞ് വന്നോളും കേട്ടോ. കാരണം അതിനകത്ത് വേറെ ഒന്നും ഇല്ലല്ലോ, ഒരുപാട് നേരമായിട്ട് അടിക്കാൻ. ഈ പാൽപ്പാട മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു 5 മിനിറ്റോളം എടുത്ത് നമുക്ക് അടിച്ചതിന് ശേഷം പിന്നെ അതിനെ ഒന്ന് കഴുകിയെടുക്കണേ. അപ്പോൾ അതെന്തായാലും ഒന്ന് അടിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മൾ 2 മിനിറ്റ് പോലും എടുത്തില്ല. നമ്മൾ അതേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന അതേ തണുപ്പിൽ തന്നെ നമ്മൾ ചെയ്യാതിരിക്കുക കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും പുറത്ത് വെച്ചതിന് ശേഷം ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നെയ്യ് മാറിക്കിട്ടും കണ്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വെണ്ണ മാറിക്കിട്ടും. ഇനി നമുക്ക് എന്താണെന്ന് അറിയാമോ, ഇതിനെ ഒന്ന് പൈപ്പിൻ്റെ കീഴിലോട്ട് വെച്ചിട്ട് കഴുകിയിട്ട് ആ വെള്ളം നമുക്ക് മുളകിൻ്റെ മൂട്ടിലും നമ്മുടെ പച്ചക്കറികളുടെ മൂട്ടിലും ഒക്കെ കൊണ്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാം കേട്ടോ. കണ്ടോ എത്ര പെട്ടെന്നായെന്ന് ഉണ്ടേ. അത് കണ്ടോ, ഞാൻ ഇപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്തപ്പോഴത്തേക്കെല്ലാം അതിങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ അങ്ങ് വന്നോളും. നമുക്ക് ആ വെള്ളം അങ്ങ് മാറ്റി വയ്ക്കാം. 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. വെണ്ണയ്ക്കകത്തുള്ള പാടയെല്ലാം മാറിക്കെട്ടിയിട്ട് നമുക്ക് ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാം. ഇത് കണ്ടോ, ചിലരൊക്കെ പറയും നെയ്യ് ഉണ്ടാക്കുന്ന ഒരു മെനക്കെട്ട പണിയാണെന്ന്. ഒരു മെനക്കേടും ഇല്ല. നമ്മൾ ആ എടുത്ത തവയിൽ തന്നെയാണ് ഇനി നമ്മൾ നെയ്യ് ഉരുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വെള്ളം നമ്മളങ്ങ് മാറ്റി വെച്ചു. രണ്ടാമത്തെ ഒന്നും കൂടെ കഴുകിയിട്ട് ദാണ്ട ആ വെള്ളം കൂടെ അങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ണയുണ്ട്, നല്ല ശുദ്ധമായ വെണ്ണയാണിത് കേട്ടോ, അടിപൊളിയാണ്. ഇനി നമുക്ക് വെണ്ണ ഉരുക്കിയെടുക്കാം. ഇപ്പം അടപ്പിലോട്ട് വയ്ക്കുക. ഒരു സ്വല്പം ഒരു 5-6 ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇടാമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഊരി അതിനകത്തോട്ട് ഇട്ടേക്കാം. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്യായിക്കോളും. ഇത് വെച്ചിട്ട് എങ്ങും പോവരുത്, നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പം നെയ്യ് ഉരുകിക്കൊണ്ടിരിക്കുന്നു കണ്ടോ. ഇനിയും ഉണ്ട് ഉരുകാനായിട്ട്. ഇതെല്ലാം അങ്ങ് ഉരുകി നെയ്യായി വരും. കുറച്ച് ഭാഗം മാത്രമേ കാണൂ കക്കനായിട്ട് വരുന്നത്, അടിമട്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് ഉരുകി വരുന്ന നേരം കൊണ്ട് നമ്മൾ അത് ഒഴിച്ചു വെക്കാനുള്ള പാത്രം, അരിപ്പ് ഇതെല്ലാം കഴുകി ഉണക്കി വെക്കണം കേട്ടോ. അപ്പം നനവൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നെയ്യ് ഇരുന്ന് പൂത്ത് പോകാനായിട്ട് ഇടയുണ്ട്, വെള്ളമയം തട്ടിയാലേ. അപ്പോൾ അതെല്ലാം കഴുകി തുടച്ചിങ്ങനെ വെക്കണം. നമ്മൾ ഒഴിച്ചു വെക്കാനുള്ള കുപ്പി, നെയ്യ് ഒഴിച്ചു വെക്കാനുള്ള കുപ്പി, ഇതെല്ലാം നമ്മൾ ഉണക്കി വെക്കണം. ഓക്കെ. അപ്പോൾ ഇത്ര ആയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടും പോകരുത്.
ഇവിടെ തന്നെ നിൽക്കണം. കണ്ടോ, ഇങ്ങനെല്ലാം ഉരുകി ആ കറിവേപ്പിലയും കൂടെ കിടക്കുന്നുണ്ട്. നല്ലൊരു മണമുണ്ട് കേട്ടോ. പതയൊക്കെ ഒന്ന് അടങ്ങും. ഇപ്പോഴത്തേക്കും നമുക്ക് നെയ്യ് പരുവായെന്ന് മനസ്സിലാവും. ഒരുപാട് ഇട്ടങ്ങ് നമ്മൾ കരിക്കരുത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ നെയ്യ് എല്ലാം സെറ്റായി കഴിഞ്ഞു. കണ്ടോ, ഇനി നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കുറച്ച് നേരം കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളും. പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഈ അരിപ്പയിലൂടെ അരിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ നെയ്യെല്ലാം റെഡിയായി കഴിഞ്ഞു. ഈ നെയ്യിന് ചൂട് പോയതിന് ശേഷം നമുക്ക് ബോട്ടിലിനകത്തോട്ട് ആക്കി വയ്ക്കണം. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത നെയ്യാണ്. നല്ല അടിപൊളി നെയ്യാണ്. അപ്പോൾ ഞാൻ തന്നെ എടുക്കുന്നത് എൻ്റെ കുഞ്ഞുവാവയ്ക്കും കൊടുത്ത് വിടാറുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തീർന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിന് ചൂട് പോകുമ്പോൾ കുപ്പിക്കകത്തോട്ട് ആക്കി വയ്ക്കാം. അപ്പോൾ ഈ നെയ്യ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള പാൽ സൊസൈറ്റിയിൽ നിന്നോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പാലിൽ നിന്നോ നമുക്ക് ഈ നെയ്യ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കവർ പാലിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നെയ്യൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ ഫുൾ ക്രീമിൻ്റെ കവർ പാലാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നെയ്യെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി ഓണകാലമൊക്കെ വരുന്ന ആ സമയം വരെയെങ്കിലും നിങ്ങൾ ആവശ്യത്തിനുള്ളതായ പാല് ഒക്കെ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ഇതേപോലെ കാച്ചി പറ്റിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ ശുദ്ധമായ നെയ്യ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.